നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലെ ഒരു വലിയ തലവേദനയെക്കുറിച്ചാണ്. അതായത്, ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഡേറ്റ എങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ മാനേജ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ഏതൊരു പ്രോഗ്രാമറും ഇത് ശരിക്കും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? ശരി, നമ്മൾ ആദ്യം ഈ ഷെയർഡ് ഡേറ്റയുടെ ലോകം എന്താണെന്ന് നോക്കും. പിന്നെ ഈ റേസ് കണ്ടീഷൻ എന്ന് പറയുന്ന പ്രശ്നത്തിലേക്ക് വരും. അത് കഴിഞ്ഞ് ക്രിട്ടിക്കൽ സെക്ഷൻ പ്രശ്നത്തെപ്പറ്റി സംസാരിക്കും. പിന്നെ എങ്ങനെ ഇതിനൊക്കെ ഒരു പരിഹാരം കാണാമെന്നും പ്രോഗ്രാമർമാർക്ക് ഇതെന്തിനാണ് ഇത്ര പ്രധാനമെന്നും നമ്മൾക്ക് നോക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മുടെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഒരേ സമയം ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുന്നത്? ഒരു വശത്ത് പാട്ട് കേൾക്കാം, മറുവശത്ത് ബ്രൗസ് ചെയ്യാം, വേറൊരു ടാബിൽ ഡൗൺലോഡ് നടക്കുന്നുണ്ടാവും, അല്ലേ? ഇതിന്റെ പിന്നിലെ മാജിക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്താ? CPU-നെ ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരുത്തരുത്, ഫുൾ ടൈം പണിയെടുപ്പിക്കുക, അങ്ങനെ കാര്യക്ഷമത കൂട്ടുക. അപ്പോ ഇവിടെയാണ് ശരിക്കുള്ള കളി തുടങ്ങുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഒരു ട്രാഫിക് പോലീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെയാണ് CPU ഷെഡ്യൂളർ എന്ന് പറയുന്നത്. ഈ പോലീസിന്റെ പണി എന്താണെന്നോ? ഓരോ പ്രോഗ്രാമിനും കുറച്ചേശ സമയം കൊടുത്തിട്ട് അതിവേഗത്തിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ഒരു പ്രോഗ്രാം അതിന്റെ പണി മുഴുവൻ തീർക്കുന്നതിന് മുമ്പ് തന്നെ കട്ട്, CPU അടുത്ത ആളുടെ അടുത്തേക്ക് പോകും. ഒരു പണി പാതിവഴിയിൽ നിർത്തിയിട്ടാണ് ഈ പോക്ക്. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ഇടകലർന്ന് ഒരേ സമയം നടക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നതിനെയാണ് നമ്മൾ ടെക്നിക്കലായി കൺകറന്റ് എക്സിക്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പണിയെടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷേ എപ്പോഴാണോ ഇവരെല്ലാവരും കൂടി ഒരേ സാധനം, അതായത് ഒരേ ഡേറ്റ ഒരുമിച്ചുപയോഗിക്കാൻ നോക്കുന്നത്, അപ്പൊ തുടങ്ങും പ്രശ്നം. അപ്പോ ഈ പ്രശ്നം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരു സിമ്പിൾ ഉദാഹരണം നോക്കാം. ഒരു ഫാക്ടറിയിൽ ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ടെന്ന് സങ്കല്പിക്കാം. ഒരാളുണ്ട്, ഒരു പ്രൊഡ്യൂസർ. അയാൾ ഓരോ സാധനം ബെൽറ്റിലേക്ക് വെക്കുമ്പോഴും കൗണ്ടർ ഒന്ന് കൂട്ടും. ഓക്കെ, ഇനി മറുവശത്ത് വേറൊരാളുണ്ട്, ഒരു കൺസ്യൂമർ. അയാൾ ഓരോ സാധനം എടുക്കുമ്പോഴും ആ കൗണ്ടർ ഒന്ന് കുറയ്ക്കും. അപ്പൊ രണ്ടുപേരും മാറ്റം വരുത്തുന്നത് ഒരേ കൗണ്ടറിലാണല്ലേ? ഇവിടെ നോക്കൂ, പ്രൊഡ്യൂസറിന്റെ കോഡ് വളരെ സിമ്പിളാണ്. കൗണ്ട് ++, കൺസ്യൂമറുടേതോ കൗണ്ട് -. രണ്ടും കൈകാര്യം ചെയ്യുന്നത് ഒരൊറ്റ വേരിയബിൾ, കൗണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇതിലെന്താ ഇത്ര പ്രശ്നം, അല്ലേ? വളരെ നേരെ വാ നേരെ പോ എന്നുള്ള കാര്യമല്ലേ ഇത്? ഒരു ചോദ്യം ചോദിക്കാം. ഈ കൗണ്ട് എന്നതിന്റെ വില 5 ആണെന്ന് വെക്കുക. പ്രൊഡ്യൂസർ ഒന്ന് കൂട്ടി, കൺസ്യൂമർ ഒന്ന് കുറച്ചു. അപ്പോൾ അവസാനത്തെ ഉത്തരം എന്തായിരിക്കണം? 5 തന്നെ, അല്ലേ? സിമ്പിൾ. പക്ഷേ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ലോകത്ത് ഉത്തരം അത്ര ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. ഇവിടെയാണ് കൺകറൻസിയുടെ ആ ഒരു ട്വിസ്റ്റ് വരുന്നത്. അപ്പോ എന്താണ് യഥാർത്ഥ പ്രശ്നം? നമ്മൾ കൗണ്ട് ++ എന്നൊക്കെ ഒറ്റ വരിയിൽ സിമ്പിളായിട്ട് എഴുതും. പക്ഷേ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക്, അതായത് മെഷീൻ ലാംഗ്വേജിലേക്ക് വരുമ്പോൾ ഇതൊരൊറ്റ നിർദ്ദേശമല്ല. ഇത് പല പല ചെറിയ നിർദ്ദേശങ്ങൾ ചേർന്നതാണ്. അതായത് ഒറ്റയടിക്ക് തീരുന്ന ഒരു ഓപ്പറേഷൻ അല്ല ഇത്. ഇപ്പോൾ ഈ കൗണ്ട് ++ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം നടക്കാൻ ശരിക്കും 3 സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമതായി, മെമ്മറിയിൽ കിടക്കുന്ന കൗണ്ടിന്റെ വിലയെടുത്ത് CPU-ന്റെ ഒരു താൽക്കാലിക സ്റ്റോറേജായ രജിസ്റ്ററിലേക്ക് കൊണ്ടുവരണം. രണ്ടാമത്, ആ രജിസ്റ്ററിലെ വില ഒന്ന് കൂട്ടണം. മൂന്നാമത്, ആ പുതിയ വിലയെടുത്ത് തിരിച്ചു മെമ്മറിയിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കണം. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകൾക്കിടയിൽ എവിടെ വെച്ച് വേണമെങ്കിലും നമ്മുടെ ട്രാഫിക് പോലീസായ CPU ഷെഡ്യൂളർ വന്ന് ഹോൾഡ്, അടുത്തയാൾ വരട്ടെ എന്ന് പറയാം. അവിടെയാണ് ശരിക്കുള്ള പണി കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് താളം തെറ്റുന്നതെന്ന് നമുക്ക് ഈ ടേബിൾ നോക്കി മനസ്സിലാക്കാം. കൗണ്ട് 5 ആണെന്ന് വെക്കുക. സ്റ്റെപ്പ് 1, പ്രൊഡ്യൂസർ വന്നു, മെമ്മറിയിൽ നിന്ന് 5 എന്ന് വിലയെടുത്തു. സ്റ്റെപ്പ് 2, പ്രൊഡ്യൂസർ അതിന്റെ സ്വന്തം രജിസ്റ്ററിൽ ആ വില 6 ആക്കി. പക്ഷെ അത് മെമ്മറിയിലേക്ക് തിരിച്ച് എഴുതാൻ പോകുന്നതിന് തൊട്ടുമുൻപ് ദാ വരുന്നു കോണ്ടെക്സ്റ്റ് സ്വിച്ച്. CPU നേരെ കൺസ്യൂമറിലേക്ക് ചാടി. സ്റ്റെപ്പ് 3, ഇപ്പോൾ കൺസ്യൂമർ മെമ്മറിയിൽ നിന്ന് കൗണ്ടിന്റെ വില എടുക്കുന്നു. മെമ്മറിയിൽ ഇപ്പോഴും എന്താ വില? 5 തന്നെ, കാരണം പ്രൊഡ്യൂസർ അതിന്റെ മാറ്റം അവിടെ എഴുതിയിട്ടില്ല. സ്റ്റെപ്പ് 4, 5, കൺസ്യൂമർ ആ 5 എന്ന വില 4 ആക്കി. അത് മെമ്മറിയിലേക്ക് എഴുതി. അപ്പോൾ മെമ്മറിയിലെ വില 4 ആയി. ഇനി CPU തിരിച്ച് പ്രൊഡ്യൂസറിന്റെ അടുത്തേക്ക് വരുന്നു. സ്റ്റെപ്പ് 6, പ്രൊഡ്യൂസർ എന്താ ചെയ്യുന്നേ? പണ്ട് അതിന്റെ രജിസ്റ്ററിൽ വെച്ച 6 എന്ന വിലയാണ് മെമ്മറിയിലേക്ക് എഴുതും. അപ്പോൾ ഫൈനൽ റിസൾട്ട് എന്തായി? 6. നമ്മൾ പ്രതീക്ഷിച്ചത് 5 ആയിരുന്നു, കിട്ടിയത് 6. കൺസ്യൂമർ ചെയ്ത പണി വെള്ളത്തിൽ വരച്ച വര പോലെയായി. കണ്ടോ? ഇതാണ് റേസ് കണ്ടീഷൻ. അപ്പോൾ പ്രോസസ്സുകൾ തമ്മിലുള്ള ഈ ഓട്ട മത്സരത്തെയാണ് നമ്മൾ റേസ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്.
ആരാണ് ജയിക്കുന്നത്, അതായത് ആരാണ് അവസാനം മെമ്മറിയിലേക്ക് എഴുതുന്നത് എന്നതിനെ ആശ്രയിച്ച് ഫലം മാറി മറിയുന്ന ഒരവസ്ഥ. ഇത് നമ്മുടെ ഡേറ്റയുടെ വിശ്വാസ്യതയെ, അതിന്റെ കൃത്യതയെ ഒക്കെ നശിച്ച് ഇല്ലാതാക്കും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മൾ എഴുതുന്ന ചെറിയ പ്രോഗ്രാമുകളിലല്ലേ സംഭവിക്കുമെന്ന്. പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതേ പ്രശ്നം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഹൃദയഭാഗത്ത്, അതായത് കേർണലിൽ തന്നെ സംഭവിച്ചാലോ? അതിന്റെ പ്രത്യാഘാതം അത് വളരെ വലുതായിരിക്കും. ഈ പറയുന്ന ഉദാഹരണം നോക്കൂ. നമ്മുടെ കമ്പ്യൂട്ടറിൽ തുറന്നുവെച്ച എല്ലാ ഫയലുകളുടെയും ഒരു ലിസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൂക്ഷിക്കുന്നുണ്ട്. ഇനി ഒരേ സമയം 2 പ്രോഗ്രാമുകൾ ഓരോ പുതിയ ഫയൽ തുറക്കാൻ ശ്രമിക്കുകയാണെന്ന് വെക്കുക. ആ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു റേസ് കണ്ടീഷൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ആ ലിസ്റ്റ് തന്നെ താറുമാറായി പോവും. ചിലപ്പോൾ സിസ്റ്റം ക്രാഷ് ആകാം, അല്ലെങ്കിൽ ഡേറ്റ തന്നെ നഷ്ടപ്പെട്ടേക്കാം. അത്രയ്ക്ക് ഗുരുതരമാണ് സംഭവം. അപ്പോൾ പ്രശ്നത്തിന്റെയെല്ലാം കേന്ദ്രബിന്ദു എവിടെയാണ്? ഷെയർഡ് ഡേറ്റയെ ഉപയോഗിക്കുന്ന കോഡിന്റെ ആ ഭാഗത്താണ്. റേസ് കണ്ടീഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള ഈ അപകടം പിടിച്ച ഏരിയയെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാന ജോലി എന്തായിരിക്കും? ഈ ക്രിട്ടിക്കൽ സെക്ഷനെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുക എന്നത് തന്നെ. ഓക്കെ, നമ്മൾ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചു, അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ ക്രിട്ടിക്കൽ സെക്ഷന് നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? നമുക്ക് അതിന്റെ പരിഹാരങ്ങളിലേക്ക് കടക്കാം. ഇതിനുള്ള പരിഹാരം വളരെ ലളിതമായ ഒരു നിയമമാണ്. ഒരേ സമയം ഒരാൾ മാത്രം. ഒരു റൂമിലേക്ക് ഒരേ സമയം ഒരാൾക്ക് മാത്രം കയറാൻ പറ്റുന്നത് പോലെ. അതായത് ഒരു പ്രോസസ്സ് അതിന്റെ ക്രിട്ടിക്കൽ സെക്ഷനിൽ പണിയെടുക്കുമ്പോൾ ബാക്കി എല്ലാവരും പുറത്ത് ക്യൂ നിൽക്കണം. ഈ ഒരു തത്വത്തെയാണ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഈ ഒരാൾ മാത്രം എന്ന നിയമം നടപ്പിലാക്കാൻ പ്രോഗ്രാമർമാരെ സഹായിക്കാൻ ഒരുപാട് ടൂൾസ് ഉണ്ട്. ഒരു ടൂൾ ബോക്സ് പോലെ തന്നെ. ഉദാഹരണത്തിന്, ഒരു വാതിലിന് പൂട്ടിടുന്നതുപോലെ പ്രവർത്തിക്കുന്ന മ്യൂടെക്സ് ലോക്കുകളുണ്ട്. അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽ പോലെ എപ്പോ പോകാം, എപ്പോ നിൽക്കണം എന്ന് പറയുന്ന സെമാഫോറുകളുണ്ട്. ഇതൊക്കെയാണ് സിങ്ക്രണൈസേഷൻ ടൂൾസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആഴത്തിലുള്ള കാര്യങ്ങളല്ലേ, വെറുതെ ഒരു ആപ്പ് ഉണ്ടാക്കുന്ന ഞാന് ഇതൊക്കെ എന്തിനാ അറിയുന്നതെന്ന്. പക്ഷേ വിശ്വസിക്കണം, ഈ അറിവ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ഓർക്കുക, നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും എന്തിൻ്റെ ഒരു ഗെയിം ഉണ്ടാക്കുകയാണെങ്കിൽ പോലും അതെല്ലാം ഓടുന്നതെവിടെയാണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മുകളിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ കോഡും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിൽ പിരിക്കാൻ പറ്റാത്തൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോഡിന്റെ അടിത്തട്ടിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണ് ഈ കളികളൊക്കെ കളിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളെ ഒരു സാധാരണ പ്രോഗ്രാമറിൽ നിന്ന് ഒരു മികച്ച പ്രോഗ്രാമറാക്കി മാറ്റും. ഉറപ്പാണ്. ഇത് നിങ്ങളുടെ കോഡ് കൂടുതൽ സുരക്ഷിതമാക്കാൻ മാത്രമല്ല, അതിന്റെ പെർഫോമൻസ് കൂട്ടാനും ഒരുപാട് സഹായിക്കും. അപ്പോ ഇനി അടുത്ത തവണ നിങ്ങളൊരു ലൈൻ കോഡ് എഴുതുമ്പോൾ ഒരു നിമിഷം ഒന്ന് നിർത്തിയിട്ട് ആലോചിക്കുക, ഈ കാണുന്ന വരികൾക്കിടയിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഈയൊരു ചോദ്യം സ്വയം ചോദിച്ചു തുടങ്ങുന്നത് തന്നെ ഒരു നല്ല ഡെവലപ്പർ ആവാനുള്ള യാത്രയിലെ ആദ്യത്തെ സ്റ്റെപ്പാണ്. കാരണം വെറുതെ കോഡ് എഴുതുന്നവരല്ല, അതിനപ്പുറം ചിന്തിക്കുന്നവരാണ് എപ്പോഴും മികച്ച പ്രോഗ്രാമർമാരാകുന്നത്.